ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കാറിന്റെ റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഫോക്സ്വാഗൺ പസറ്റ് 2012 മോഡലാണ്. ഞാൻ അയർലൻഡിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി ഇത് തന്നെയാണ്, ദ ബ്ലാക്ക് വൺ. ഇത് ഞാൻ വാങ്ങാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലും ഞാൻ 2018 മുതൽ ഫോക്സ്വാഗൺ പോളോ യൂസ് ചെയ്തിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പസാറ്റ് തന്നെ വാങ്ങിയത്. അപ്പോൾ ഏതാണ്ട് ഒരു 2.5 വർഷമായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ, ഇതിൻ്റെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. പസാറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1973 ഫോക്സ്വാഗൺ ഇതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. 2022 വരെ ഏതാണ്ട് ഒരു 30 മില്യൺ കാർസ് ഓൾ ഓവർ ദ വേൾഡ് ഫോക്സ്വാഗൺ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിലയബിലിറ്റി ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ടാണ് ഇത് ഇത്രയും വർഷങ്ങൾ നിലനിന്നതും. 2022 നിർത്തിയെങ്കിലും ഇപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറാണ് ഫോക്സ്വാഗൺ പസറ്റ്. എങ്കിലും ഭയങ്കര ക്രേസി ആയിട്ടുള്ളത് കൊണ്ടും വണ്ടിക്ക് ക്വിക്ക് റെസ്പോൺസ് വേണ്ടതുള്ളത് കൊണ്ടുമാണ് ഞാൻ DSTയിലേക്ക് പോയത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ DST എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. പക്ഷെ ഒരു ഡ്രൈവിംഗ് ത്രില്ലും അതിൻ്റെ ഒരു ഫീലും കിട്ടാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ DST ചൂസ് ചെയ്തത്. എനിവേ ഈ 2.5 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് നിലവിൽ ഗിയർ ബോക്സ് കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതൊരു 2 ലിറ്റർ ഡീസൽ ആവുമ്പോൾ 140 bhp ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 0 to 100 ഏതാണ്ട് 10 സെക്കൻഡ് ആണ് നമുക്ക് വരുന്നത്. മെയിൻ്റെനൻസ് വൈസ് നോക്കുമ്പോൾ ഏതാണ്ട് 13 വർഷമായ വണ്ടി ആയതുകൊണ്ട് മെയിൻ്റെനൻസ് അത്യാവശ്യം ഉണ്ട് നമുക്ക് എന്തായാലും. എസ്പെഷ്യലി ജർമ്മൻ ആയതുകൊണ്ടും ഇതൊരു UK സ്പെക്ക് വണ്ടി ആയതുകൊണ്ടും പാർട്സിന് നല്ല വിലയാണ്. ആക്ച്വലി വണ്ടിയുടെ എൻജിൻ ഇത് 4 സിലിണ്ടർ 2 ലിറ്റർ എൻജിനാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ വൈപ്പർ വാഷിൻ്റെ വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ കൂളൻ്റ്. ഇതിപ്പോൾ ഈ 2 ദിവസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിനും കൂളൻറ്റും വാട്ടർ പമ്പ് എല്ലാം റീപ്ലേസ് ചെയ്തിപ്പോൾ റീസെൻ്റ്ലി സർവീസ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ബാറ്ററിയുടെ യൂണിറ്റ് ആണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫീൽ, ഇതിൻ്റെ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, എസ്പെഷ്യലി ജർമ്മൻ ബിൽഡ് ക്വാളിറ്റി. അതുകൊണ്ടാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിലെ വെഹിക്കിൾസ് എല്ലാം തന്നെയാണെങ്കിലും മോസ്റ്റ്ലി ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് നോക്കിക്കഴിയുമ്പോൾ ആളുകൾക്കൊരു പ്രിഫറൻസ് വരാനായിട്ടുള്ള ഒരു കാരണം. അയർലൻഡിലെ കാറുകളിൽ മോസ്റ്റ്ലി 3 ഡിസ്കുകളാണ് നമ്മളിപ്പോഴും വണ്ടിയിൽ വെക്കേണ്ടത്. ഇത് വണ്ടിയുടെ NCT ആണ്, NCTയുടെ വാലിഡിറ്റി. NCT എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടാക്സികൾക്കൊക്കെ ഇയർലി ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ എല്ലാ വർഷവും പ്രൈവറ്റ് വണ്ടികൾക്ക് ടെസ്റ്റ് ഉണ്ട്. അതാണ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്സ, അത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ വർഷം 10ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് ടാക്സ് ആണ്, 8ാം മാസം വരെ ടാക്സ് ഉണ്ട്. അപ്പോൾ ഈ 3 ഡിസ്കുകളും ഇവിടുത്തെ വണ്ടികളിൽ എപ്പോഴും നമ്മളത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതാണ് ഐറിഷ് റൂള്. എന്തുകൊണ്ടാണ് ഇത് വണ്ടി ഇവിടെ മേടിക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ മുതൽ പോളോ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പസാറ്റ് തന്നെ നോക്കാൻ കാരണം. പിന്നെ എനിക്ക് നല്ല ഹൈറ്റുള്ള ആളായതുകൊണ്ട് നല്ലൊരു ലെഗ് സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ദ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും എനിക്കും ഈവൻ എൻ്റെ ഫാമിലീനെ വെച്ച് നോക്കുവാണെങ്കിൽ പോലും ഇനഫ് ലെഗ് സ്പേസ് ഉണ്ട് വണ്ടിക്കകത്ത്. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ ടോട്ടലി കാറിൻ്റെ കാര്യത്തിൽ, കാറല്ല എല്ലാ വെഹിക്കിൾസിൻ്റെയും കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു പോരായ്മ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പുകളുടെ ഒരു അഭാവം. അതായത് ഗ്യാരേജുകളുടെ. നമ്മുടെ വെഹിക്കിൾ ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇപ്പോൾ എമർജൻസി ആണെങ്കിൽ പോലും അവർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്സ് മേ ബി 1 വീക്ക് ഓർ 2 വീക്സ് ഒക്കെ ഡിലേ ആയിരിക്കും. യൂഷ്വലി നമ്മളെപ്പോലുള്ള സിംഗിൾ കാർ യൂസ് ചെയ്യുന്ന ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിലായിരിക്കും എല്ലാവരും പോകുന്നത്. കാരണം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വളരെ കുറവായതുകൊണ്ട് വണ്ടിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കമ്മ്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും.
അപ്പോൾ ഇവിടെ വർക്ക്ഷോപ്സുകളിലെ അപ്പോയിൻമെൻറ്റുകൾ വളരെ കുറവാണ്. എന്ത് എമർജൻസി ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് കിട്ടാൻ വളരെ കുറവാണ്. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ വാട്ടർ പമ്പ് ലീക്കായിട്ട് 1 വീക്കോളം ഞാൻ കൂളൻ്റ് റീഫില്ല് ചെയ്ത് ഓടിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം എല്ലാ വർക്ക്ഷോപ്പിലും ഞാൻ ചോദിക്കുമ്പോഴും ആർക്കും ഡേറ്റുകളില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വർക്ക്ഷോപ്പ് ഗ്യാരേജ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ പല വർക്ക്ഷോപ്പിലും പല റേറ്റാണ് ഓരോ കാര്യം ചെയ്യാനായിട്ടും. അപ്പോൾ നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണം, അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ പറയണത് വിശ്വസിച്ച് നമുക്ക് ചെയ്യുക എന്നുള്ളൂ. പിന്നെ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് എടുക്കുന്ന ആളുകൾക്ക് ഷോറൂമുകളിൽ സർവീസ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള യൂസ്ഡ് കാർ എടുക്കുന്ന ആളുകൾക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ വീണ്ടും പുതിയ വണ്ടികളുമായി നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.